എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സാംസ്കാരിക നഗരമായ തൃശൂർ പൂര മൈതാനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ തെച്ചിക്കോട്ടുകാവ് ഭഗവതിയുടെ അമ്പലനാടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്റെ ബാക്കിൽ കാണുന്ന ഈ ആന സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസമൃദ്ധിയുള്ള ആന ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയും, അത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെന്ന്. ആനപ്രേമികളുടെ ഇഷ്ടത്തോഴൻ ഹരമായി മാറി അതിൽ മുൻപന്തിൽ നിൽക്കുന്ന ഗജരാജ കേസരി, ഏഷ്യയിൽ ഏറ്റവും കൂടിയ തലപ്പൊക്കമുള്ള ആന, അതുകൂടാതെ തന്നെ ലോക ചക്രാധിപതി പട്ടം നേടിയ കേരളത്തിലെ ഏക ആനയാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഈ പട്ടം കിട്ടാൻ വേണ്ടി എല്ലാ മാനദണ്ഡങ്ങളിലും യോഗ്യത നേടിയ ഏക ആന. ഇത് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആളൊരു മലയാളിയാണ്, എന്നാൽ അങ്ങനെയല്ല കേട്ടോ. 1984 നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ബോർഡ് ബീഹാറിലെ ആനച്ചന്തിൽ നിന്നാണ് തെച്ചിക്കോട്ടു രാമചന്ദ്രനെ നമ്മുടെ കേരളത്തിൽ എത്തിച്ചത്. ഇദ്ദേഹത്തിന്റെ മുൻ പേരെന്ന് പറഞ്ഞാൽ മോട്ടി പ്രസാദ് എന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിൽ കൊണ്ടുവന്ന നമ്മുടെ അമ്മയുടെ നടക്കിലിരുത്തി പേര് മാറ്റിയാണ് പിന്നീട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേര് മാറ്റിയത്. 2011 ആദ്യമായി തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാനായി നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നത്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തുറന്നു വരുന്ന രാമനാണ്. വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തുറന്നു വരുന്ന രാമന്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച കാണാൻ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു ഭംഗിയാണ്. ഈ വർഷം നമ്മുടെ ചെമ്പക്കാവ് അമ്മയുടെ തിടമ്പേറ്റിയാണ് രാമൻ നടക്കിലെത്തിയത്. രാമനില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ പോലെ തന്നെ രാമനെ കാണാൻ തന്നെ അവിടുത്തെ ഒരു ജനസ്ഥാനം തന്നെ അവിടെയുണ്ട്. ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ 1000 രാമനാമങ്ങൾ നമ്മുടെ എല്ലാ കാതുകളിൽ മുഴങ്ങണമെങ്കിൽ അത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് പൊന്നുതമ്പരനല്ല പിന്നെ മറ്റാരാണുണ്ടാവും.